അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ബഖറയുടെ 87-ാമത്തെ ആയത്തും അതുപോലെ ആയത്തിൻ്റെ അർത്ഥവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് ഈ ആയത്തിൽ പ്രതിപാദിച്ച വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പേരെടുത്തു പറഞ്ഞ രണ്ട് പ്രവാചകന്മാരിൽ ഒരാളായ ഈസാ നബി അലൈഹിസ്സലാമയുടെ മാതാവായ മറിയം അലൈഹസ്സലാമയെ കുറിച്ചാണ് നമുക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ ഈ ആയത്തിൽ ഈസാ നബി അലൈഹിസ്സലാമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈസ ഇബ്നു മറിയമ എന്നാണ്. അഥവാ മറിയമിന്റെ മകൻ ഈസ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമയെ കുറിച്ച് വിശേഷിപ്പിച്ചത്. മറിയം അലൈഹിസ്സലാമയിലേക്ക് ചേർത്തിക്കൊണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണമെങ്കിൽ അത്രമാത്രം പ്രത്യേകതയുള്ള, അള്ളാഹുവിൻ്റെ അടുക്കൽ അത്രമാത്രം സ്ഥാനമുള്ള ഒരു മഹദിയായിരിക്കണം മറിയം അലൈഹസ്സലാം. അതുകൊണ്ട് തന്നെ അവരെ പറ്റി ചെറിയ രൂപത്തിൽ ഒരു വിവരണം നൽകാനാണ് ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്കെല്ലാം അറിയാം, നമ്മൾ നിരവധി തവണ കേട്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്, പരിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു സ്ത്രീരത്നമാണ് മറിയം അലൈഹസ്സലാം. പരിശുദ്ധ ഖുർആനിലെ 19-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ മറിയം എന്നാണ്. അതുകൊണ്ട് തന്നെ ആരാണ് ഈ മറിയം അലൈഹസ്സലാം എന്നത് ചുരുങ്ങിയ രൂപത്തിലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമ്രാൻ എന്നാണ് മറിയം അലൈഹസ്സലാമയുടെ പിതാവിൻ്റെ പേര്. ഹന്ന എന്നാണ് മറിയം ബീവിയുടെ മാതാവിൻ്റെ പേരും. ഈ ഇമ്രാൻ ഹന്ന ദമ്പതിമാർക്ക് മറിയം എന്ന ഒരു കുട്ടി ജനിക്കുവാൻ ഇടയായത് ഈ രണ്ട് ദമ്പതിമാരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മറിയം അലൈഹിസ്സലാം ജനിക്കുന്നത്. ഗർഭധാരണത്തിൻ്റെയും പ്രസവത്തിൻ്റെയും ഒക്കെ കാലം കഴിഞ്ഞിട്ടും ഒരു കുട്ടി ജനിക്കാതിരുന്നതിൽ വിഷമിച്ചുകൊണ്ട് ഒരു അനന്തരാവകാശിയെ ലഭിക്കുന്നതിന് വേണ്ടി നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവരാണ് ഇമ്രാനും അവരുടെ ഭാര്യയായ ഹന്നയും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ഹന്ന ഗർഭിണിയാവുകയും ചെയ്ത സന്ദർഭത്തിൽ ഹന്നയുടെ ഭർത്താവായ ഇമ്രാൻ മരണപ്പെടുകയാണ്. ഈ മനപ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഹന്ന അവർ പ്രസവിക്കുന്നതിന് മുമ്പ് തനിക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലെ പരിചരണത്തിനും മറ്റും വേണ്ടി അവിടെ ആരാധനാ കർമ്മങ്ങൾ നടത്തുന്നതിനു വേണ്ടി അക്കാലത്ത് പതിവുണ്ടായിരുന്ന രൂപത്തിൽ ആ മഹദി പ്രസവിക്കാൻ പോകുന്ന ആ കുഞ്ഞിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നേർച്ച നേരുന്നത്. എന്നാൽ താൻ പ്രസവിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞായിരിക്കുമെന്ന് കരുതിയ ഹന്ന അവർ പ്രതീക്ഷിച്ചതിന് വിപരീതമായി ഒരു പെൺകുഞ്ഞിനെയാണ് പ്രസവിച്ചത്. എന്നിട്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ആ നേർച്ച വീടുന്നതിന് വേണ്ടി ഹന്ന താൻ പ്രസവിച്ച മറിയം എന്ന് പേര് നൽകിയ ആ പെൺകുട്ടിയെ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അന്ന് അള്ളാഹുവിൻ്റെ ആ ഭവനം പരിചരിച്ചിരുന്ന അവിടുത്തെ പുരോഹിതന്മാർ അവർ ആ കുഞ്ഞിനെ ഹാർദവമായി സ്വീകരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. വളരെ നല്ല സൽസ്വഭാവവും ഭയഭക്തിയും അറിവുമൊക്കെ ഉണ്ടായിരുന്ന മറിയം അലൈഹസ്സലാം അവരുടെ സംരക്ഷണ ചുമതല പുരോഹിതന്മാർക്കിടയിലെ ഒരു നെറുക്കെടുപ്പിലൂടെ അവരുടെ കുടുംബ ബന്ധമുള്ള സക്കരിയ നബി അലൈഹിസ്സലാമക്ക് ലഭിക്കുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാമിയുടെ ഭാര്യയുടെ സഹോദരിയായിരുന്നു മറിയം ബീവിയുടെ ഉമ്മയായ ഹന്ന. അള്ളാഹു മറിയമിന്റെ സംരക്ഷണ ചുമതല സക്കരിയ നബി അലൈഹിസ്സലാമക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ സഹോദരങ്ങളെ, സക്കരിയ നബി അലൈഹിസ്സലാമിയുടെ പ്രത്യേക സംരക്ഷണത്തിലും പുരോഹിതന്മാരുടെ പ്രത്യേകമായുള്ള വാത്സല്യത്തിലും മറിയം അലൈഹസ്സലാം വളർന്നു വരികയാണ്. പള്ളിയിലെ മിഹ്റാബിൽ പ്രാർത്ഥനാ മണ്ഡപത്തിലായിരുന്നു മറിയമിന് താമസിക്കുവാനുള്ള സ്ഥലം ഏർപ്പാട് ചെയ്തിരുന്നത്. മറിയം ബീവിക്ക് വേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുവാൻ, അവരുടെ സ്ഥിതിഗതികൾ അന്വേഷിക്കുവാനും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും വേണ്ടി സക്കരിയ നബി അലൈഹിസ്സലാം അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രൂപത്തിൽ അവിടെ ഭക്ഷണ സാധനങ്ങൾ കാണുകയാണ് അദ്ദേഹം.
അങ്ങനെ ആശ്ചര്യത്തോടു കൂടി സക്കരിയ നബി അലൈഹി ഇസ്ലാം മറിയമിനോട് ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് മറിയമേ നിനക്ക് ഈ ഭക്ഷണം കിട്ടുന്നത് എന്ന്. അപ്പോ മറിയം അലൈഹിസ്സലാം മറുപടി പറയുന്നത് ഇത് അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ് എന്നാണ്. സഹോദരങ്ങളെ, മറിയം അലൈഹിസ്സലാം ഒരു പ്രവാചകയായിരുന്നില്ല. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വഹി നൽകുകയാണ്. സൂറത്തുൽ ആൽ ഇംറാനിലെ 42-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വഇദ് ഖാലത്തിൽ മലായികത്തു യാ മറിയമു ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. മലക്കുകൾ മറിയമിനോട് പറഞ്ഞ സന്ദർഭം, അള്ളാഹു നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു, അവൻ നിന്നെ വിശുദ്ധയും ലോകത്തിലെ മറ്റേത് സ്ത്രീകളെക്കാളും വിശിഷ്ടയുമാക്കിയിരിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, പിന്നീട് നമ്മൾ മറിയം അലൈഹിസ്സലാമയുടെ ചരിത്രം വായിക്കുമ്പോൾ ലോകത്ത് ഒരു സ്ത്രീക്കും ഒരിക്കലും ഉണ്ടാകാത്ത അത്ഭുതകരമായ അനുഭവമാണ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ വിശിഷ്ടവും അത്ഭുതകരവുമായ രീതിയിൽ ആ മഹദി ഗർഭിണിയാവുകയാണ്. പുരുഷ സ്പർശം ഏൽക്കാതെ മറിയം ബീവി ഒരു മാതാവാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയാണ്. ഈ സംഭവം പരിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിൽ നിന്നുള്ള വചനത്തെ ഇതാ ശുഭവാർത്ത അറിയിക്കുകയാണ്. അവന്റെ പേർ മറിയമിന്റെ മകൻ ഈസാ മസീഹ് എന്നാകുന്നു. അവൻ ഈ ലോകത്തും പരലോകത്തും ഉന്നത സ്ഥാനം വഹിക്കുന്നവനും ദിവ്യ സാമീപ്യം ലഭിച്ചവനുമായിരിക്കും. തൊട്ടിലിലായിരിക്കുമ്പോഴും മധ്യവയസ്കനായിരിക്കുമ്പോഴും അവൻ ജനങ്ങളോട് സംസാരിക്കുന്നതാണ്. അവൻ സൽവൃത്തന്മാരിൽപ്പെട്ടവനായിരിക്കുകയും ചെയ്യും. അപ്പോൾ മറിയം ചോദിച്ചു, നാഥ, എനിക്ക് എങ്ങനെ കുട്ടിയുണ്ടാകും? എന്നെ ഒരു മനുഷ്യനും തൊട്ടിട്ടില്ലല്ലോ. അവൻ പറഞ്ഞു, അള്ളാഹു അങ്ങനെയാണ്, അവൻ ഇച്ഛിക്കുന്നത് സൃഷ്ടിക്കുന്നു. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതുണ്ടാകട്ടെ എന്ന് അവൻ പറഞ്ഞാൽ മതി, അപ്പോൾ അത് ഉണ്ടാവും. അവനെ അള്ളാഹു വേദഗ്രന്ഥവും തത്വജ്ഞാനവും തൗറാത്തും ഇഞ്ചീലും പഠിപ്പിക്കും എന്ന് സൂറത്ത് ആൽ ഇംറാനിലെ 45 മുതൽ 48 വരെയുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, വിവാഹം കഴിക്കാത്ത ഒരു വനിത, പരിശുദ്ധയാണ് എന്ന് എല്ലാവരും എടുത്തു പറയാറുള്ള ഒരു വനിത, അവർ ഗർഭിണിയായത് മുതൽ ഈസാ നബി അലൈഹി ഇസ്ലാം പ്രസവിക്കുകയും ഈസാ നബി അലൈഹി ഇസ്ലാമിയെ പ്രസവിക്കുകയും ഈസാ നബി അലൈഹി ഇസ്ലാമിയെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത കാലഘട്ടത്തിൽ മറിയം അലൈഹിസ്സലാം നേരിട്ട പ്രയാസങ്ങൾ അത് എഴുത്തുകൊണ്ടും വാക്കുകൾ കൊണ്ടുമൊന്നും വിശദീകരിക്കാൻ കഴിയാത്തതിനപ്പുറം വലിയ പരീക്ഷണത്തിന്റെ നാളുകളാണ് സഹോദരങ്ങളെ. അവർ നേരിട്ട ഓരോ വിഷമഘട്ടങ്ങളിലും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതലായി അടുത്തുകൊണ്ട് ക്ഷമയും കരുത്തും ആർജിച്ചെടുക്കുകയായിരുന്നു അവർ എന്ന് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയും. സഹോദരങ്ങളെ, ചരിത്രം പറയുന്നത് ഈസാ നബി അലൈഹി ഇസ്ലാമക്ക് തൻ്റെ 30-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം കിട്ടുന്നത് വരേക്കും എല്ലാ അർത്ഥത്തിലും മറിയം അലൈഹിസ്സലാം മാതൃകാപരമായ ഒരു മാതാവായിക്കൊണ്ട് ആ മകനോടുള്ള എല്ലാ ബാധ്യതകളും നിർവഹിച്ച ഒരു സാഹസിക ജീവചരിത്രത്തിന്റെ ഉടമയായിരുന്നു എന്നാണ്. ഏതുവരെ? ഈസാ നബി അലൈഹി ഇസ്ലാമിയെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയതിന് ശേഷം ഏതാണ്ട് 5 വർഷം വരെ കഴിഞ്ഞാണ് മറിയം അലൈഹിസ്സലാം ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നാണ് സഹോദരങ്ങളെ ചരിത്രത്തിൽ സംസാരിക്കപ്പെടുന്നത്. അത്രയും കാലഘട്ടം ഈ മഹദി അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് മാതൃകാപരമായ ജീവിതം നയിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ഒരു മഹദിയാണ്. സത്യവിശ്വാസികൾക്ക് ഒരു ഉപമയായിക്കൊണ്ട് അള്ളാഹു എടുത്തു പറഞ്ഞ മറിയം ബീവി ഇനിയും പല സ്ഥലങ്ങളിലായി സഹോദരങ്ങളെ ഈ പേര് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പല സ്ഥലങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയുടെ പേര് പരാമർശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ അവരുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഇന്ന് ഇവിടെ ഈ വിഷയം മറിയം അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി സഹോദരങ്ങളെ, നമുക്ക് ഈ ആയത്തിന്റെ വിശദമായ പഠനത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഓരോ കാര്യത്തിന്റെയും വിശദീകരണത്തിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.